ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് മേക്കപ്പ് ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. കഴിഞ്ഞ എൻ്റെ ഈവൻറ്റ് മേക്കപ്പ് വീഡിയോയിൽ മേക്കപ്പിനോട് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള അവർ മെസ്സേജ് അയച്ച് ചോദിച്ചൊരു കാര്യമായിരുന്നു, എന്തുകൊണ്ട് കോൺട്യൂറിങ് കാണിച്ചില്ല, എന്തുകൊണ്ട് ബ്ലഷ് ചെയ്യുന്നത് കാണിച്ചില്ല. അപ്പം ഞാൻ ആക്ച്വലി അത് കംപ്ലീറ്റ്ലി ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ദ വീഡിയോ വാസ് സോ ലോങ്, ഓൾമോസ്റ്റ് ഒരു 1 hour ഞാൻ മേക്കപ്പ് എടുക്കുന്ന ഒരു ടൈം തന്നെ ആ വീഡിയോ ഫുട്ടേജ് ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ മാക്സിമം അതിലെ പ്രൈം ബേസ് പോർഷൻസ് മാത്രമാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കാണിച്ചത്. ബിക്കോസ് കോൺടോർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മേജർ പാർട്ട് ഓഫ് യുവർ മേക്കപ്പ്. സോ ഐ തോട്ട് അത് ഞാൻ എക്സ്ക്ലൂസീവ് ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം. കാരണം സാധാരണ രീതിയിൽ കോൺടോർ ചെയ്യണോ, എന്തിനാണ് ചെയ്യുന്നത്, വാട്ട് ഡിഫറൻസ് ഇസ് ഇറ്റ് മേക്കിംഗ്, ഓർ എനിക്ക് കോൺടോർ ചെയ്യാൻ ധൈര്യമില്ല, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന കുറേ പേരാണ്. കാരണം കോൺടോർ ഇസ് ലൈക്ക് മേക്കപ്പ് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ എക്സ്പേർട്സ് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ പൊതുവേ സാധാരണക്കാർക്ക് ഇടയിൽ ഉണ്ട്. ഓഫ്കോഴ്സ് മേക്കപ്പിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമുള്ള, അത് ഇടാൻ താല്പര്യമുള്ളവർക്ക് കോൺടോർ ഇസ് ജസ്റ്റ് അനദർ ടാസ്ക്. ബട്ട് ഫോർ പീപ്പിൾ ഹൂ ഗോ ഫോർ ഫൗണ്ടേഷൻ, ഐലൈനർ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്, ഐബ്രോസ് ഇത് മാത്രം ചെയ്തിട്ട് സിമ്പിൾ മേക്കപ്പിൽ നടക്കുന്നവരുണ്ട്. ഇവർക്ക് പക്ഷെ കോൺടോർ ചെയ്യാൻ ആഗ്രഹമുണ്ടാവാം, പക്ഷേ അതൊരു വലിയ മെനക്കേടാണെങ്ങാനും കുളമാവോ എന്നൊക്കെയുള്ള ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ മനസ്സിലുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇറ്റ് ഈസ് വെരി ഈസി ഇഫ് യു നോ ദി ടെക്നിക്. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ പ്രോസസ്സ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരുന്നില്ല, കാരണം വീണ്ടും വീഡിയോ ലോങ് ആയി പോകും. അതുകൊണ്ട് കോൺടോർ പോർഷൻ എത്തുമ്പോൾ മാത്രം ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങാം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഏരിയ മാത്രം കിട്ടിക്കോളും. അതിനു മുമ്പ് ഞാൻ എന്താ ഫേസ് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്തിരിക്കുകയാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്ലെൻസേഴ്സ് എവർ. ഞാൻ വെറുതെ പ്രൊമോട്ട് ചെയ്യുന്നല്ല, കാരണം സ്കിന്ന് വെച്ചിട്ടുള്ള കളിയാണ്. എങ്ങാനും തെറ്റായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നത് എനിക്ക് സഹിക്കില്ല. സോ ഞാൻ കഴിഞ്ഞ 2 months now, ലിറ്ററലി 2 months ആയിട്ട് എവറി സിംഗിൾ ഡേ ഞാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസറാണ് ഇത്. ന്യൂട്രിഡേമിൻ്റെ തന്നെ അവരുടെ തന്നെ പ്രൊഡക്റ്റായ ഈ മോയ്സ്ചറൈസിങ് ലോഷൻ ഉണ്ട്. ഇത് മറ്റത് വിറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷൻ ആണെങ്കിൽ ഇത് അവീന സെറ്റീവ സീഡ് പൗഡർ, നമ്മുടെ ഫേസ് ക്ലെൻസറിന് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ്. പ്ലസ് ഇത് ആക്ച്വലി ഫ്രേഗ്രൻസ് ഫ്രീ ആണ്. അപ്പം മറ്റേ ലോഷന് നമ്മളൊരു ഇട്ട് കഴിഞ്ഞ് ഒരു 2 minutes വെയിറ്റ് ചെയ്യണം, നമ്മൾ അതൊന്ന് ഫേസിൽ അബ്സോർബ് ചെയ്യാൻ. ഇത് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഫേസ് അബ്സോർബ് ചെയ്യണം. സോ ജസ്റ്റ് ബിഫോർ യു സ്റ്റാർട്ട് യുവർ മേക്കപ്പ്, ദിസ് ഇസ് എ പെർഫെക്റ്റ് prep for it. Okay, so ഇത് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. വെൻ യു അപ്ലൈ നമ്മുടെ ഫേസ് ആൻഡ് നെക്ക് കവർ ചെയ്യണം. ഓക്കെ, ഇനി പ്രൈമർ ഇട്ടിട്ട് ഞാൻ ബേസ് മേക്കപ്പ് ഫിനിഷ് ചെയ്ത ഉടനെ ഐ കം ബാക്ക് ടു യു. ആക്ച്വലി ഐ ഷാഡോ ഒക്കെ ഞാൻ സ്കിപ്പ് ചെയ്തു, കാരണം ലോക്ക്ഡൗൺ ആണ്, എവിടെയും പോകാനില്ല. ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ കഴുകി കളയണം. സോ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ ബേസ്, എൻ്റെ ഫൗണ്ടേഷൻ, ഐബ്രോസ്, ചെറുതായിട്ട് ഐസ് ഇത് മാത്രം ചെയ്തിട്ട് ഇനി ഞാൻ കോൺടോറിങ്ങിലേക്ക് കടക്കാം. നമുക്ക് ദൈവം ജനിച്ചപ്പോൾ മുതൽ നമുക്ക് തന്നിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് ഹൈലൈറ്റ് ചെയ്ത് ഇച്ചിരിയും കൂടെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ, അതായത് റൗണ്ട് ഫേസ് ആണ്, നമുക്ക് ചീക്സ് ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അത് കുറച്ച് സ്ലിം ആക്കിയിട്ട് തോന്നിപ്പിക്കാം. നമ്മുടെ 2 ആംഗിളിലും ഈ ആംഗിളിലും നോക്കുമ്പോൾ നമ്മൾ ചില സമയത്ത് ഫോട്ടോസ് എടുക്കുമ്പം നമ്മൾ ആംഗിൾ ഒന്ന് താഴെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കില്ലേ, അതെന്തുകൊണ്ടാണ് നമ്മുടെ ഈ ജോ ലൈനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിസിബിൾ ആവാനാണ്, കുറച്ചുകൂടി സ്ലിം ആയിട്ട് തോന്നിപ്പിക്കാനാണ്. എന്നാൽ നമ്മൾ കോൺടോറിങ്ങിൽ ഒരു പരിധി വരെ നമ്മൾക്കത് ബെവർലി ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ കോൺടോർ കിറ്റാണ് ഇത്. ഒരുപാട് ബ്രാൻഡ്സിന് ഒരുപാട് തരത്തിലുള്ള കിറ്റ് ഉണ്ട്, കോൺടോറിങ് കിറ്റ്, അല്ലെങ്കിൽ ഈവൻ നോർമൽ ഐ ഷാഡോസ് ഒക്കെ ഉള്ള പാലറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫേസ് പൗഡേഴ്സ് ഉള്ള പാലറ്റ്സിലാണെങ്കിലും ഒക്കെ എനിക്ക് ഈ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഐ എം നോട്ട് ഇൻസിസ്റ്റിംഗ് യു ഹാവ് ടു ബൈ ദിസ്. ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പം നൈക്കയിൽ ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. ബട്ട് this is the probably 3rd or 4th time I'm using this over the last couple of years. നമ്മളിതിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എടുക്കുന്നുണ്ട്. ഇത് കുറേ നാൾ എനിക്കിത് പോവാറുണ്ട് ഈ സംഭവം. അപ്പം നമ്മുടെ ചീക്സിന് ഇപ്പം കണ്ടില്ലേ, എൻ്റെ ചീക്സ് ഒരു ചബ്ബി ചീക്കാണ്, കണ്ടോ?
നല്ല ചബ്ബിയാണ്, ചിരിച്ചു കഴിഞ്ഞാൽ കണ്ണ് പോലും കാണില്ല, അത്രയും ചബ്ബിയാണ്. അപ്പം ഇത് ചീക്സ് സ്ലിമ്മായി തോന്നിപ്പിക്കാൻ ഒരു ടെക്നിക്ക്. നമ്മൾ ഈ കോസ്മെറ്റിക് സർജറീസ് ഒക്കെ ഒത്തിരി ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഒട്ടും അതിൽ അഗേൻസ്റ്റ് അല്ല. ഐ ടോട്ടലി അപ്രീഷിയേറ്റ് ദ വേ പീപ്പിൾ ടേക്ക് ദ ഗട്ട്സ് ടു കറേജ് ടു ഗോ ആൻഡ് ഡു സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ എൻ്റെ അടുത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സിനിമ ചെയ്യുന്നൊരു സമയത്ത് എൻ്റെ അടുത്ത് ഒത്തിരി പേര് വിളിച്ച് പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഇപ്പോൾ നോസിലൊരു ചെറിയ ഒരു സർജറിയോ അല്ലെങ്കിൽ എന്താ പറയുക, നോസ് പ്ലാസ്റ്റിക് സർജറി, നോസ് ജോബോ വോളെവർ യു കോൾ ഇറ്റ്, അത് ചെയ്യണം. ശില്പയ്ക്ക് ചിലപ്പം ഒത്തിരി എൻഹാൻസ്ഡ് ആവും, കാരണം ഇവിടെ ഒരു ഫ്ലാറ്റ് ഏരിയ ആണ്, അത് ഒരു ലോങ്കർ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് ഗോഡ് ഞാൻ അത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഞാനത് ചെയ്തിട്ടില്ല. മേ ബി ആ സമയത്ത് ഞാൻ തിങ്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചെയ്യണോ, കാരണം ഒത്തിരി പേര് പറയാൻ തുടങ്ങിയപ്പം ഞാൻ തന്നെ എൻ്റെ ഫേസിലുള്ള കോൺഫിഡൻസ് ഒരുപാട് പോയി. ഞാൻ ലിറ്ററലി ഐ ഗേവ് അപ്പ്. ഐ ആം ലൈക്ക് ഓക്കെ ഫൈൻ, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ നോസ് മേ ബി ദാറ്റ് ഐ എം നോട്ട് ലുക്കിംഗ് ഗുഡ് ഇൻ സർട്ടൻ പിക്ചേഴ്സ് എന്ന് വരെ എനിക്ക് തോന്നിയ സമയങ്ങളുണ്ട്. ആ സമയത്ത് ഐ വാസ് ജസ്റ്റ് 16-17 years old. അപ്പം ഇപ്പോൾ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഡിഡ്ന്റ് ഡു ദാറ്റ്. അത് കോൺടോർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് മാത്രമല്ല, നമ്മൾക്ക് ദൈവം അനുഗ്രഹിച്ച് തന്ന എന്താ പറയുക ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ വേറൊരാളെ നോക്കുമ്പോൾ നമ്മൾക്ക് അത്ര സൗന്ദര്യമോ ഗ്ലാമറോ അതോ ഇതോ ചിലപ്പോൾ തോന്നുന്നില്ലായിരിക്കാം. പക്ഷേ നമ്മൾക്ക് ആ കിട്ടിയ ആ എന്താ പറയുക ബ്ലെസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും, അത് നമുക്ക് എങ്ങനെ എൻഹാൻസ് ചെയ്യിപ്പിച്ച് എടുക്കാൻ പറ്റും, ഇഫ് ഇറ്റ്സ് പോസിബിൾ ഇൻ എ സ്മോൾ വേ ത്രൂ എ മേക്കപ്പ് ട്രിക്ക് ഓർ ടെക്നീക്ക്, ദെൻ വൈ നോട്ട്. അപ്പോൾ ഞാൻ ഈ കിറ്റിനകത്തുള്ള 2 ബ്രൗൺസ് കണ്ടില്ലേ, അപ്പോൾ ഇതിന്ന് ഈ ബ്രൗണാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഈ ബ്രഷ് എന്ന് പറയുന്നത് ശ്രമിക്കുന്നത്. ഓക്കെ, ഇവിടുന്ന് ക്ലോസ് ചെയ്തു. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് കൂടെ. ഓക്കെ, ഇനി ജോ ലൈൻ. എങ്ങനെയാണ് ജോന്റെ ടെക്നീക്ക് എന്ന് അറിയാം. നമ്മുടെ ഈ പോർഷൻ കണ്ടില്ലേ, ഇങ്ങനെ ഈ ചബ്ബിയായിട്ട് നിൽക്കുന്നത്, അത് നമ്മൾ ഇങ്ങനെ ആക്കണം. അത് അങ്ങനെ ആക്കണമെങ്കിൽ നമ്മൾ എത്രത്തോളം മാക്സിമം ഈ പോർഷനിൽ ഇത് ഇടുന്നോ, ഈ
Alright. Okay. ഇനി നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഏരിയ മിനറൽ പൗഡർ ഒന്നും കൂടി കംപ്ലീറ്റ് ഫേസിൽ റിപ്പീറ്റ് ചെയ്യുക സോ ദാറ്റ് വി ഫിനിഷ് വിത്ത് ദ ലുക്ക്. Almost done. Okay. ഇനി ഹൈലൈറ്റ് ചെയ്യും നോസ് ഏരിയ, ചീക്സ് ഏരിയ. ഇനി ഞാൻ ഇച്ചിരിയും കൂടെ ഡാർക്കർ ഷെയ്ഡ് ഓഫ് ലിപ്സ്റ്റിക് ഇടാൻ പോവാണ്. ഇത് ഞാനൊരു ബേസ് ന്യൂഡ് ഷെയ്ഡ് ഇട്ടുന്നേ ഉള്ളൂ. അപ്പം ഡാർക്കർ ഷെയ്ഡ് ലിപ്സ്റ്റിക് ഞാൻ എന്തുകൊണ്ടാണ് ഈ ലുക്കിൽ ഇടുന്നതെന്ന് അറിയാം. ബിക്കോസ് ഞാൻ ഐ ഷാഡോസ് ചെയ്തിട്ടില്ല. മൈ ഐസ് ആർ കെപ്റ്റ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ദി ഐ ഷാഡോ ഏരിയ ഇസ് കെപ്റ്റ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഒന്ന് വിങ്സ് മാത്രം ഇട്ടതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഡാർക്കർ ലിപ് ഷെയ്ഡ് ഇടുകയാണ് സോ ദാറ്റ് ദ ഫേസ് ഇസ് കംപ്ലീറ്റ്. ഇതേതാ ലിപ്സ്റ്റിക് എന്നാണോ ചോദിക്കുന്നത്? ഓക്കെ, ജസ്റ്റ് ഇൻ കേസ് യു വോണ്ട് ടു നോ, ഇത് ലാൻകോമിൻ്റെ ആണ്. അതിൻ്റെ 493. ഓക്കെ, അങ്ങനെ വി ആർ ഡൺ. കോൺടോറിങ് കഴിഞ്ഞു. ഞാനിപ്പോൾ ആക്ച്വലി ഒരു വൈറ്റ് ലൈറ്റാണ് വെച്ചിട്ടുള്ളത്. ഇനി അത് ഞാൻ യെല്ലോ ലൈറ്റ് ആയാൽ എൻ്റെ ഫേസ് എങ്ങനെ വരും നോക്കൂ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. കോൺടോറിങ് ഈസ് എ വെരി ഈസി ജോബ്. 1-2 ദിവസം നിങ്ങൾ അടുപ്പിച്ച് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. സോ അടുത്ത എപ്പിസോഡുമായി യോർ സ്റ്റുഡിയോ ശില്പ ബാല വിൽ ബി ബാക്ക്. ലൈക്ക്, ഷെയർ,